ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കിരൺ പറയുന്നുണ്ട്, ഇപ്പൊ നിന്റെ അമ്മയുടെ ആത്മാവിന് നല്ല ശാന്തി കിട്ടിയിട്ടുണ്ടാവും കല്യാണി. അത് കിരണേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ മുഴുവനായിട്ട് എന്റെ അമ്മ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ, മുഴുവനായിട്ട് ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഗംഗപ്രസാദ് മരിക്കണം കിരണേട്ട. അവനെ കുറിച്ച് ഇപ്പൊ ഒരു അറിവില്ലല്ലോ. സത്യം പറഞ്ഞാൽ അവനിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്. എന്തുദ്ദേശിച്ചിട്ടാണ് അവൻ സൈലന്റ് ആയിട്ട് ഇരിക്കണേന്ന് അറിയില്ലല്ലോ. പിന്നെ കിരണേട്ടൻ പറഞ്ഞല്ലോ, ആ സ്റ്റെഫി ഇന്നലെ പരോളിൽ ഇറങ്ങിയെന്ന്. അത് അങ്ങനെ അറിഞ്ഞായിരുന്നു. ഇനി ആ സ്റ്റെഫിയും ഗംഗപ്രസാദും കാണുകയോ എന്തിനും പുതിയ പ്ലാൻ എന്തിനും ചെയ്യുകയോ ചെയ്യോ? കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ദിലീപേട്ടനും അതുപോലെ തന്നെ കാർത്തികജിക്കും ഒരു ടെൻഷനും ഇല്ല. പുറത്തൊക്കെ കൂളായിട്ട് ഇറങ്ങി നടക്കണത്. കിരൺ പറയുന്നുണ്ട്, അവരിറങ്ങി നടക്കട്ടെ കല്യാണി. കിരണേട്ടൻ എന്ത് വർത്താനോ പറയണത്? ഗംഗപ്രസാദ് എവിടെയാണെന്നോ എന്താണെന്നോ അവൻ എന്ത് സംഭവിച്ചെന്നോ ഒന്നും തന്നെ അറിയില്ല. പിന്നെ അവരിറങ്ങി നടന്ന പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവുമില്ല, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താണ് കല്യാണിനെ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഈ സ്റ്റെഫി കൊടുത്ത പരാതി മേലെ ആ എസ് എ മാർട്ടിൻ കേസ് അന്വേഷണം തുടങ്ങുവാട്ടോ. കുറച്ച് കോൺസ്റ്റബിളിനെ വിളിച്ചോണ്ട് നേരെ പോണത് കിരണിനെയാണല്ലോ സംശയം പറഞ്ഞത്. അങ്ങനെ കിരണിനെയും കല്യാണിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ അവരുടെ വീട്ടിലേക്ക് പോവാണ് എസ് എ മാർട്ടിൻ. അങ്ങനെ കിരണും കല്യാണിയും അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ജീപ്പ് വരുന്നു വെച്ചാ. കിരണേട്ട ആരോ വന്നല്ലോ, ആ കിരണേട്ടന്റെ അച്ഛനായിരിക്കും എന്ന് പറഞ്ഞിട്ട് കല്യാണി വാതിൽ തുറക്കുമ്പോഴേക്കും പോലീസുകാരിയായിട്ടോ കാണുന്നത്. കിരണേട്ട പോലീസുകാരാണ്. പോലീസോ? അതെ എന്ന് പറയാണ്. കിരൺ പെട്ടെന്നൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാണ് കിരൺ. ആ സർ, എന്താ സർ? ഞാൻ കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാണ് നിങ്ങളുടെ അടുത്ത്. അതിനെന്താ സർ, അകത്തേക്ക് വാ സർ എന്ന് പറഞ്ഞിട്ട് കിരൺ വിളിക്കാണ്. അവരകത്തേക്ക് വരുന്നുണ്ട്. അപ്പോ എസ് എ മാർട്ടിൻ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ ഒരു പിടികിട്ടാപ്പുള്ളി ഗംഗപ്രസാദിനെ കുറിച്ച്. ഓ, അവനെ കുറിച്ച് അറിയാത്തായിട്ട് ആരുമില്ലല്ലോ സർ. അല്ല, അവൻ അവസാനമായിട്ട് കണ്ടത് നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ്. ഞാനോ? അല്ല സർ, ഞാൻ അവനെ പിന്നെ കണ്ടിട്ടില്ല. അന്ന് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞതാണല്ലോ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവം. അമ്പലത്തിൽ വെച്ചിട്ട് കാർത്തികന്റെ അമ്മേനും കൊല്ലാൻ വേണ്ടിയാണ് ഈ ഗംഗപ്രസാദും അതുപോലെ തന്നെ അവന്റെ കാമുകി സ്റ്റെഫിയും കൂടി വേഷം മാറി അമ്പലത്തിൽ വന്നിരുന്നു. അവര് തോക്ക് കൊടുത്ത് അവരെ വെടിവെക്കാൻ പോയ സമയത്താണ് ഞാൻ അവിടെ അവരടി ഉണ്ടാക്കുകയും പിന്നീട് അവിടുന്ന് ഗംഗപ്രസാദ് ഓടി രക്ഷപ്പെടുകയും ചെയ്തത്. പക്ഷെ സ്റ്റെഫിന് ഞങ്ങൾക്ക് കയ്യിൽ തന്നെ കെട്ടി. പെണ്ണുങ്ങൾ നന്നായിട്ട് അവളെ പെരുമാറിയിട്ടാണ് അവളിപ്പോ ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ പരോളിൽ ഇറങ്ങിയല്ലോ സർ. അത് ശരിയാണ്. അതിനുശേഷം ഗംഗപ്രസാദ് നിങ്ങൾ കണ്ടിട്ടേ ഇല്ലേ എന്ന് കിരണിനോട് പോലീസ് ചോദിക്കുകയാണ്. കിരൺ പറയണ്ടേ, സർ അവനിങ്ങനെ കാട്ടിലേക്കാണ് പോയതെന്നും കാട്ടിൽ അവിടെ എന്തോ മൂപ്പനെ കൊന്നും അവിടുത്തെ മോളെ ചീത്തയാക്കി അവിടുന്ന് കടന്നു കളഞ്ഞെന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അന്വേഷിച്ച് ഞാൻ കാട്ടിൽ പോയപ്പോഴേക്കും അവിടെ നിന്നും അവൻ രക്ഷപ്പെട്ടെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല സർ. ഓ, അങ്ങനെയാണല്ലേ? ഉറപ്പാണല്ലോ അല്ലെ? അതിനുശേഷം കണ്ടിട്ടില്ലല്ലോ? ഇല്ല സർ. എന്താ സർ ഇപ്പൊ ഇങ്ങനെ അന്വേഷിക്കണത്? അവന്റെ കാമുകിന് നിങ്ങൾ പറഞ്ഞില്ലേ സ്റ്റെഫി, അവൾ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു പരാതിയായിട്ടാണ് വന്നത്. പരാതിയായിട്ടോ? അതെ, ഗംഗപ്രസാദിനെ കാണാനില്ല, അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള പരാതിയാണ് അവള് തന്നത്. കല്യാണി ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഗംഗപ്രസാദ് പറഞ്ഞ പിടികിട്ടാപ്പുള്ളിയാണല്ലോ, അവനിങ്ങനെ അവനിങ്ങനെ പരാതിയെ കൊടുത്താ അവനിങ്ങനെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ സർ? അല്ല, കണ്ടുപിടിച്ച് അവൾക്ക് കൊടുക്കണോന്നല്ലോ കല്യാണി ഞാൻ പറഞ്ഞത് എന്ന് എസ് എ പറയാണ്. കണ്ടുപിടിച്ചിട്ട് പോലീസ് ലോക്കപ്പ് ഉണ്ടല്ലോ, ലോക്കപ്പിൽ നിന്ന് ചാടിയ പുള്ളിയാണല്ലോ അവൻ, ലോക്കപ്പിലേക്ക് തന്നെ തിരിച്ചിടാനാണ്. അല്ലെങ്കിൽ അവനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവന് മാക്സിമം ശിക്ഷ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുക്കണം. പക്ഷെ അവനിങ്ങനെ കാണാതാവുകയും ഇങ്ങനെ എവിടെയാണ് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ അഴിഞ്ഞു പോവുകയും ചെയ്യണത് ശരിയല്ലല്ലോ. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്ത് ജയിലിലേക്ക് ഇടണം. അഥവാ അവൻ മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് അവനെ കൊന്നേന്നും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും കേസ് അന്വേഷണവും പിന്നെയും കേസ് ഇങ്ങനെ തള്ളി പോവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത് അന്വേഷിക്കാനാണ് പുറപ്പാട്. ഇതിന്റെ പേരിൽ മോളിൽ നിന്ന് ഓർഡർ ഉണ്ടെന്ന് കരുതിക്കോ. പിന്നെ ഞാൻ നേർവഴി കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാക്കിക്കുപ്പായി ഇട്ടിരിക്കുന്നത്. എന്തായാലും ഗംഗപ്രസാദ് അന്വേഷിച്ച് കണ്ടെത്തുക, അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. സാറിന് ചായ എടുക്കട്ടെ എന്ന് കിരൺ ചോദിക്കുമ്പോ, വേണ്ട, ഞങ്ങൾ ഇനിയും വരും. ഈ വരുമ്പോ നിങ്ങളുടെ സഹകരണം എന്തായാലും വേണം. കല്യാണി പറയണ്ട, സർ ഞങ്ങളുടെ സഹകരണം എന്തായാലും ഉണ്ടാവും. കാരണം ഗംഗപ്രസാദ് അന്വേഷിച്ച് കണ്ടെത്താന്നുള്ളത് ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. സാറിന് അറിയായിരിക്കും, എന്റെ ചേച്ചി കാർത്തിക കല്യാണം കഴിഞ്ഞിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. കാർത്തിക ചേച്ചിനും അതിന്റെ അമ്മേനെയും കൊല്ലാനാണ് ഗംഗപ്രസാദ് നടക്കുന്നത്. അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ഗംഗപ്രസാദ് എവിടെ നിന്നിട്ടാണ് അവരെ കൊല്ലാൻ നോക്കണെന്ന് പറയാൻ പറ്റില്ലല്ലോ സർ. അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. എന്തായാലും ഗംഗേനെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം കൂടി വേണം. തീർച്ചയായിട്ടും സർ, ഞങ്ങളുടെ സഹകരണം സാറിന് എപ്പോഴും ഉണ്ടാവും എന്ന് കല്യാണി പറയാണ്. എന്താ കിരണൊന്നും മിണ്ടുന്നില്ലല്ലോ? സർ ഞങ്ങൾ എപ്പോഴും സാറിന്റെ കൂടെ തന്നെ ഉണ്ട്. അതാ ശരി, ഞങ്ങളെന്ന് ഇറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്ന് ഇറങ്ങുമ്പോ കിരണിനൊന്ന് നോക്കുന്നുണ്ട്. കിരണ് ചെറിയൊരു പകർച്ച ഉള്ളത് എസ് ഐ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ.
ആ പോലീസുകാരൻ പോയതിനു ശേഷം കല്യാണിയും ചോദിക്കണ്ട് കിരണേട്ടാ, കിരണേട്ടന് എന്തോ വല്ലാത്തൊരു ടെൻഷൻ പോലെ, എന്ത് പറ്റി കിരണേട്ടാ? ഒന്നുമില്ല കല്യാണി, എന്നോട് പറയാത്ത ഒരു കാര്യം കിരണേട്ടന്റെ ജീവിതത്തിലില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കിരണേട്ടൻ ഈ ഇടയായിട്ട് എന്തൊക്കെയോ മറക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുമില്ല കല്യാണി എന്നൊക്കെ കിരൺ പറയാണ്. ശേഷമാണെന്നുണ്ടെങ്കിലാണ് കല്യാണി ഇങ്ങനെ പുറകുവശത്ത് പോകുമ്പോഴേക്കും അവിടെ ഫുള്ളും വാഴത്തൈ നട്ടിരിക്കുകയാണ്. അതിനൊക്കെ ചെറിയ കുഴി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് വാഴ നട്ടേക്കുന്നത്. പക്ഷെ ഈ തെങ്ങിനെ കുഴിയെടുത്തത് മാത്രം വട്ടത്തിലല്ല, നീളത്തിൽ. അതും ഒരു സൈസ് നീളത്തിൽ, അതായത് ഒരു ആൾക്ക് അതായത് ഒരാൾ കിടക്കാനുള്ള നീളത്തിലാണ് ആ കുഴി എടുത്തിരിക്കുന്നത്. കറക്റ്റ് ആ ഷേപ്പ് കാണാൻ കേട്ടോ. കല്യാണി ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കാണ്. ശേഷം കിരണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കിരണേട്ടാ, എന്താ കല്യാണി? അല്ല, ആ തെങ്ങിൻ തൈ നട്ടത് വേലുവാണെന്നല്ലേ പറഞ്ഞത്? അതെ, വേലുവാണത് നട്ടത്. അത് 3-4 വർഷം കൊണ്ട് കായ്ക്കണ തെങ്ങാ കല്യാണി. പിന്നെ ഒരുപാട് പൊക്കമൊന്നും വെക്കില്ല, നമുക്ക് കയ്യെത്തി തന്നെ പറിക്കാം ആ തേങ്ങ എന്ന് പറയാണ്. അല്ല, ആ തെങ്ങും തൈ എന്തിനാണ് കിരണേട്ടാ അങ്ങനെ എടുത്തേക്കുന്നത്? എങ്ങനെ? അല്ല, വട്ടത്തില് കുഴിയെടുത്ത് അതിലേക്ക് ചപ്പും ചവറും അതുപോലെ വളമൊക്കെ ഇട്ടിട്ടാണല്ലോ തെങ്ങും തൈ വെക്കണത്. നമ്മൾ അങ്ങനെയാണല്ലോ അവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മാത്രം എന്താണ് ഇങ്ങനെ നീളത്തിൽ, അതൊരു 6-6.5 അടി നീളത്തിലാണല്ലോ ഇങ്ങനെ കുഴി എടുത്തിരിക്കുന്നത്. ഒരാളെ കിടത്താൻ പറ്റിയ നീളത്തിൽ. സത്യം പറ കിരണേട്ടാ, ആരെങ്കിലും കൊന്ന് ആ കുഴിയിൽ ഇട്ടിട്ടുണ്ടോ? കല്യാണി, നീ എന്തൊക്കെയാ പറയണത്? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, വെറുതെ ചോദിച്ചാ കിരണേട്ടാ. ഇല്ല കല്യാണി, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. ശേഷം കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. കിരണ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുവാട്ടോ, കല്യാണി സത്യങ്ങളൊന്നും പറയാത്തോണ്ട്. അങ്ങനെ കിരണാണെങ്കിൽ രതീഷിനെ വിളിച്ചിട്ട് രതീഷിനോട് ഈ കാര്യം പറഞ്ഞു. രതീഷെ, കല്യാണി ആ കുഴി നോക്കി, അവൾ എന്തിനാണ് ഈ നീളത്തിൽ കുഴി വെട്ടിയെന്നും ഒരാൾ അവിടെ കൊന്നു കിടക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു. സർ, കല്യാണിക്ക് നല്ല സംശയം ഉണ്ടല്ലേ? കല്യാണിയുടെ സത്യങ്ങൾ പറഞ്ഞാലോ? വേണ്ട, ഇപ്പൊ ഇവിടെ കേസ് അന്വേഷണം കാര്യങ്ങളായിട്ട് SIയും വന്നിട്ടുണ്ട്. ആരും ടെൻഷൻ അടിക്കണ്ട. അഥവാ കേസ് അന്വേഷണം തെളിയുകയാണെങ്കിൽ ഞാൻ തന്നെ കുറ്റം ഏറ്റെടുക്കും എന്ന് കിരൺ വാക്ക് കൊടുക്കാൻ. നിങ്ങൾ ആരും പെടേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട് കിരണം. അതിനുശേഷമാണെങ്കിൽ ഈ കേസ് അന്വേഷണം കാണാൻ അവർ ഓഡിറ്റോറിയത്തിലൊക്കെ പോകുന്നുണ്ട് ഈ പോലീസ്. അവിടെ CCTV മുന്നിൽ മാത്രമേ ഉള്ളൂ, പിന്നിൽ CCTV ഒന്നും ഇല്ല. പക്ഷെ പിന്നിൽ കുറെ വീടുകളുണ്ട്. ആ വീട്ടിൽ ഒരു വീട്ടിൽ CCTV ഉണ്ട്. അപ്പൊ അതിന്റെ ദൃശ്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പോലീസ്. ഗംഗപ്രസാദ് അവിടെ വന്നതായിട്ടും പോലീസിന് അറിവ് കിട്ടുന്നുണ്ട്. അവിടെ വന്ന ഗംഗ തിരിച്ചു പോയിട്ടില്ല. ആംബുലൻസിലാണ് ഗംഗ വന്നത്. ആംബുലൻസിൽ തിരിച്ചു പോയിരിക്കുന്ന അവരുടെ 2 ഗുണ്ടകൾ മാത്രമാണ്. അപ്പൊ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഗംഗ. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഓഡിറ്റോറിയത്തിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്നാണ് പോലീസുകാരുടെ അന്വേഷണം പോണത്. ശേഷം കിരണിനെയും ദിലീപിനെയും പ്രകാശനെയും അതുപോലെ തന്നെ അവിടെ രതീഷ്, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്തിനാ കാട്ടിലുള്ള വേലുവിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോലീസുകാർ പോകുന്നുണ്ട്. ആരും ഒന്നും വിട്ടു പറയുന്നില്ല കേട്ടോ. അവസാനം കിരൺ തന്നെ കുറ്റം ഏറ്റെടുക്കും. കാരണം കിരണിന്റെ വിചാരം കിരണാണ് കൊന്നേന്നാണല്ലോ. അപ്പോഴും കിരണിനൊരു സംശയമുണ്ട്, ഈ തലക്കടിച്ചിട്ട് ആരോ കൊന്ന പോലെ കിരണിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പോലീസ് സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കുന്നത് കൊണ്ട് തന്നെ കിരൺ പറയുന്നുണ്ട്, ഇല്ല സർ, ഞാൻ അവൻ അടിച്ചു ശരിയാണ്. പക്ഷെ ഞാൻ അതിനുശേഷം പോയപ്പോഴേക്കും അവൻ തറയിൽ തല അടിച്ചു വീണ് ചത്ത് കിടക്കുമായിരുന്നു. അടുത്ത് തന്നെ ഒരു കമ്പ് ഒരു ഇരുമ്പ് വടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ ആ ഇരുമ്പ് വടിയും കാര്യങ്ങളൊക്കെ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇരുമ്പ് വടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ ആരുടെയും കൈപ്പാടുണ്ടോ കാര്യങ്ങളൊക്കെ പോലീസ് വീണ്ടും അതിന്റെ പിന്നിൽ അന്വേഷണം തുടങ്ങുവാണ്. അങ്ങനെ അന്വേഷിച്ച് അവസാനം ഈ ഇരുമ്പോലൊക്കെ എടുത്തിട്ട് ഗംഗപ്രസാദ് തലക്കടിച്ചത് ആരാണെന്നുള്ള സത്യം പോലീസ് തന്നെ കണ്ടെത്താണ്. അത് നമ്മുടെ പ്രകാശൻ അല്ലെങ്കിൽ മനോഹർ ആണെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞു കേട്ടോ. മനോഹർ ആവാനും ചാൻസ് ഉണ്ട്, പ്രകാശനാവാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, 2 ആഴ്ചത്തെ മുമ്പത്തെ വീക്കെൻഡ് പ്രൊമോയില് ഈ ഗംഗപ്രസാദ് തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു പ്രൊമോ കാണിച്ചില്ലേ ഈ കാർത്തികയുടെ ദിലീപിന്റെ വിവാഹ സമയത്തും? അപ്പൊ പ്രകാശ് നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എപ്പിസോഡ് ഒന്നും ആ സംഭവം ഒന്നും തന്നെ കാണിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രകാശൻ അത് കാണുകയും പിന്നീട് ഈ കിരൺ പോയപ്പോ പ്രകാശനും പിന്നിൽ പോയിട്ടുണ്ടാകും. പിന്നീട് പ്രകാശൻ തന്നെയായിരിക്കും ചിലപ്പോ ഈ ഗംഗേനെ അടിച്ച് അടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ വന്ന് നിന്നത്. പിന്നെ ആരും ഒന്നും അറിയണ്ടെന്നിട്ട് പ്രകാശൻ മനഃപൂർവ്വം മറയ്ക്കുന്നതുമായിരിക്കാം. ഈ മനോഹർ ആവാൻ ഇപ്പൊ ചാൻസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അത് പ്രകാശൻ തന്നെയാണ്. എല്ലാവരും പറഞ്ഞത് പ്രകാശൻ എന്നാണ് കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.